ഹലോ എവരിവൺ, മോസ്റ്റ് ഓഫ് ട്രാവൽ വീഡിയോസും മറ്റുമാണ് എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം ടെക് വീഡിയോസ് ചെയ്യാനായിട്ടൊന്നും വരുന്നതല്ല, എങ്കിലും ഇന്നൊരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി പരിചയപ്പെടുത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാർഡാണ്. അതായത് നമുക്ക് ഒരു 18 വയസ്സ് മുതൽ തന്നെ ഈ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ നമുക്ക് ഒരു 21 വയസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. ബാങ്ക് അക്കൗണ്ടിൽ നല്ല ട്രാൻസാക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു രീതിയിൽ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് പ്രീമിയം ലെവൽ ക്രെഡിറ്റ് കാർഡ്സിന് അതിൻ്റെതായ ഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ കാർഡാണ്. വൺ കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് ആ കാർഡ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ വേഗത്തിൽ അതല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് വൺ കാർഡ്. ആർക്ക് വേണമെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാം. 18 വയസ്സിന് ശേഷമുള്ള ആർക്ക് വേണമെങ്കിലും. വൺ കാർഡ് ഈസ് പവേർഡ് ബൈ SBM ബാങ്കാണ്. നേരത്തെ IDFC ഒക്കെ ആയിരുന്നു, ഇപ്പോഴും IDFC പറഞ്ഞ പാർട്ണറായിട്ടുണ്ട്. അപ്പം ഈ ഒരു കാർഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മെറ്റാലിക് കാർഡ് കൊണ്ടുവന്നത് വൺ കാർഡാണ്. മെറ്റാലിക് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ നോർമലായിട്ടുള്ള കാർഡുകളെല്ലാം പ്ലാസ്റ്റിക്കാണ്. ഇത് മെറ്റലിൻ്റെ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ് നമ്മുടെ നഷ്ടപ്പെട്ട് റീഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3000 രൂപയോളം ഒക്കെ അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ഈ റീഇഷ്യൂ ചെയ്യുന്നതിന് മാത്രം. മെറ്റാലിക് കാർഡ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാനെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു മെറ്റാലിക് കാർഡ്. മെറ്റാലിക് കാർഡ് എന്ന് പറഞ്ഞാൽ മറ്റ് ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം പ്രീമിയം കാർഡ്സാണ് ഈ ഒരു മെറ്റാലിക് കാർഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രീമിയം കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർഡിൻ്റെതായ ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ വേണം. അതേ കൂട്ടി തന്നെ അതിൻ്റെതായ ഫീസും കാര്യങ്ങളും. ഈ ഒരു കാർഡിന് യാതൊരു ഫീസും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു വൺ കാർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. യാതൊരു ആനുവൽ മെയിൻ്റനൻസ് ഫീസോ ഒന്നുമില്ല. ലൈഫ് ലോങ് ഈ കാർഡ് നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ത്രൂ ആണ്. വൺ കാർഡ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ കയറിയതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക. റെഫറൻസ് ID, അതായത് എൻ്റെ റെഫറൻസ് ID ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആ റെഫറൻസ് ഐഡിയിൽ കൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അതിനകത്ത് ഉണ്ടാകുന്നതായിരിക്കും. കാർഡിനകത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് വെച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏകദേശം 15 പോയിന്റ് ആണെന്ന് തോന്നുന്നു, 1 രൂപ സംതിങ്, അതോ 5 പോയിന്റ് ആണോ, എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ കാർഡ് എടുത്ത് അതിൻ്റെ യൂസേജ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തുടങ്ങിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത്, അപ്പം ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനകത്ത് കയറുക, റെഫറൻസ് ID ഒക്കെ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് അതിനകത്ത് കയറിയതിന് ശേഷം 2 രീതിയിലുണ്ട്. ഒന്നാമത് സാലറീഡ് ആയിട്ടുള്ളതും, രണ്ടാമത് ഫിക്സഡ് ഇട്ടുകൊണ്ടും ഓരോ വൺ കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഫിക്സഡ് ഇട്ടുകൊണ്ടാണ് വൺ കാർഡ് പർച്ചേസ്. ഈ ഫിക്സഡ് ഇടുക എന്ന് കേൾക്കുമ്പോൾ വൻ തുക ഫിക്സഡ് ഇടുന്നതിനെ പറ്റി നമുക്കൊക്കെ അറിയത്തുള്ളൂ. ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ. പക്ഷേ ഇതൊന്നും വേണ്ട, നമുക്കൊരു 2,000 രൂപ തൊട്ട് ഫിക്സഡ് ഇട്ട് ഈ ഒരു അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് 2,000 രൂപ നമ്മൾ ഫിക്സഡ് ഇട്ട് എടുക്കുകയാണെങ്കിൽ 2,100 രൂപ, അതായത് 110% അവർ ലോൺ തരുന്നതായിരിക്കും. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന് 6% എങ്ങാണ്ട് പലിശ വരുന്നുണ്ട്. അപ്പോൾ ആ പലിശ നമുക്ക് 1 വർഷം കഴിയുമ്പോൾ പലിശ അടക്കം ഈ ഒരു എമൗണ്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ആ പൈസ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. ക്രെഡിറ്റ് ആയിട്ട് അവർ നമുക്ക് ആ പൈസ ഉപയോഗിക്കാനായിട്ടുള്ള ഈ ഒരു കാർഡ് തരും. അത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുന്ന കൂട്ട് തന്നെ അത് ബില്ല് പേ ചെയ്ത് പോകണം. അപ്പം ഈ ഒരു ബിൽ പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നതോട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ആവുന്നുണ്ട്. ഇങ്ങനെ ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ബാങ്ക് ത്രൂ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇതുവരെ ലോൺ എടുത്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നേരെ ഒരു ബാങ്കിൽ ചെന്ന് നമ്മൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ന്യൂട്രൽ ആയിരിക്കും. അതായത് നമ്മൾ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ആദ്യത്തെ ലോൺ കിട്ടാൻ ചെറിയൊരു പ്രയാസം കാണും. നേരെ മറിച്ച് നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഒരു EMI ആയിട്ട് ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ എല്ലാം നമുക്ക് വളരെ പ്രിഫറൻസ് കൂടുതലായിരിക്കും. നമുക്ക് ലോൺ തരാനുള്ള സാധ്യത, കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമ്മൾ അതിൻ്റെ പുറകിൽ നടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ജസ്റ്റ് ഒന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇങ്ങോട്ട് ഓടി വരുന്നതായിരിക്കും ലോൺ തരാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു 15,000 രൂപ ഒരു ഫോൺ വാങ്ങിക്കാനായിട്ട്, ആ 15,000 രൂപ നമ്മൾ വൺ കാർഡിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുക, അതായത് ഫിക്സഡ് ഇടുക. അതിനുശേഷം ഇതിൻ്റെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവാർഡ് പോയിന്റും കിട്ടും. നമുക്ക് വെർച്വലായിട്ടുള്ള കാർഡ് നമ്മൾ എപ്പോഴാണോ അക്കൗണ്ട് എടുത്ത് ഫിക്സഡ് ഇടുന്നത് ആ അറ്റ് പോയിന്റിൽ നമുക്ക് ആ ഒരു വെർച്വൽ കാർഡ് കിട്ടുന്നതായിരിക്കും. ഈ കാർഡ് 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കൈ വന്നതുള്ളൂ. ഇതുവരെ ഞാനിത് അൺബോക്സ് ചെയ്തില്ല, അൺബോക്സ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ ആ കാർഡ് നമ്മുടെ കയ്യിൽ വരത്തുള്ളൂ. പക്ഷേ വെർച്വൽ കാർഡ് കിട്ടും. വെർച്വൽ കാർഡ് ഉപയോഗിച്ച് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അങ്ങനെയുള്ള മിക്കവാറുമുള്ള എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഈ കാർഡ് വിസ കാർഡാണ്, അതുകൊണ്ട് ഇന്റർനാഷണലി യൂസ് ചെയ്യാവുന്നൊരു ക്രെഡിറ്റ് കാർഡാണിത്. അപ്പോൾ എൻ്റെ ഈ ഒരു കാർഡിലെ ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4,000 രൂപയോളം ഞാൻ ലിമിറ്റ് ഇട്ടിട്ടുള്ളൂ. കാരണം ആദ്യമേ ഇതെങ്ങനെയാണ് ഇതിനെപ്പറ്റി കേട്ടപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തുണ്ട്, എങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമല്ലേ വലിയ വലിയ തുകകളിലേക്ക് പോകാൻ പറ്റും. ഡയറക്റ്റായിട്ട് 50,000 രൂപ കൊടുത്താണെങ്കിൽ നമുക്കൊരു മെറ്റാലിക് കാർഡ് കിട്ടിയത്. പക്ഷേ ആ ഒരു മെറ്റാലിക് കാർഡ് കിട്ടുമ്പോൾ 50,000 എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ വെറുതെ കൊണ്ട് കളയുകയാണോ എന്ന് അറിയണ്ടായും. അപ്പോൾ വൺ കാർഡിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാർഡ് എടുത്തിട്ട് ഇപ്പം കറക്റ്റ് 10 ദിവസം ആയതേ ഉള്ളൂ. ഇന്നേക്ക് അതിൻ്റെ കാർഡ് വീട്ടിലെത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈം ഡെലിവറിയാണ് അവർ. ഡൽഹി വേ വഴിയാണ് അവരുടെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം.
അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ആമസോണിലെല്ലാം പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ആമസോണിൽ ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പർച്ചേസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഏകദേശം 35 റിവാർഡ് പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിവാർഡ് പോയിന്റ്സ്, അതായത് നമുക്ക് ഓരോ റിവാർഡ് പോയിന്റ്സും കിട്ടുന്നതിനനുസരിച്ച് ഇത് ലൈഫ് ലോങ് ആണ്. ഈ റിവാർഡ് പോയിന്റ്സിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അപ്പം നമ്മൾ എത്ര കാലം അടിക്കുന്നത്, അതായത് ഇതിന് പിന്നെ 2-3 സബ് കാറ്റഗറികളുണ്ട്. ഇപ്പോൾ അതുകൂടെ നമ്മൾ പെട്രോൾ അടിക്കുന്നത്, അതല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിക്കുക, അല്ലെങ്കിൽ മറ്റ് കടകളിലൊക്കെ ഈ കാർഡ് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ ഗ്രോസറി ഷോപ്പ്, അങ്ങനെ ഓരോ ഷോപ്പിൻ്റെ അനുസരിച്ച് ആ മാസത്തിൽ ചില ഷോപ്പുകൾക്ക് ഇതിന് ക്രെഡിറ്റ് കൂടുതലാണ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ ഒരു പർച്ചേസിന് 5 ക്രെഡിറ്റ് സ്കോറൊക്കെ വെച്ച് നമുക്ക് ആഡാവാൻ സാധ്യതയുണ്ട്. നോർമൽ കേസിലാണെങ്കിൽ ഒരെണ്ണമാണ് ആഡാവേണ്ടത്, ഇത് 5 വരെ ആഡാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഇതിൻ്റെ ആപ്പ് ത്രൂ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആപ്പിനെ പറ്റി നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം എല്ലാം കൂടി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വീഡിയോ ഒക്കെ ആയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഈ കാർഡിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുള്ളൂ. ഒന്നാമത്തെ ടേക്ക് സം പിക്ചേഴ്സ് ആൻഡ് ഷൂട്ട് കൂൾ അൺബോക്സിങ് വീഡിയോസ്. അങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണം, എന്നിട്ട് അവരെ മെൻഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വൺ കാർഡിൻ്റെ ആപ്പ് ഏതാണോ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ. അപ്പോൾ നമ്മൾ ആ ഒരു കാർഡ് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അൺബോക്സ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ അവരെ കണക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് സം പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും അവരെ ടാഗ് ചെയ്തിട്ട് ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അത്രയും ഡീറ്റെയിൽസ് ആണ് ഇവരുടെ ഈ ഒരു കാർഡിൻ്റെ ഔട്ട് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ എന്തെങ്കിലും തുറക്കാൻ പോവാണ്. അതിന് മുമ്പ് വൺ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണോ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ റെഫറൻസ് ഐ ഡി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യുന്നതും റെഫറൻസ് ഐ ഡി പോയി ജോയിൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല, ഒന്നുമില്ല എന്നേ ഉള്ളൂ. ജസ്റ്റ് ലോഗിൻ ചെയ്യാം. നേരെ മറിച്ച് റെഫറൻസ് ഐ ഡി ത്രൂ പോയി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജോയിൻ ചെയ്യാം. ഞാൻ ആരെയും കമ്പനി ചെയ്യത്തില്ല റെഫറൻസ് ഐ ഡി ഒന്നും വെച്ച് ലോഗിൻ ചെയ്യണം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം. ഇപ്പോൾ എനിക്ക് ബെനിഫിറ്റ് തരാൻ, എനിക്ക് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ് എനിക്ക് ബെനിഫിറ്റ് തരാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചുമ്മാ പോയി ജോയിൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ റെഡി തന്നെ പോയി ജോയിൻ ചെയ്തു, നോട്ട് എ പ്രോബ്ലം. ഓക്കെ, എന്തായാലും നമുക്ക് കാർഡ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ കാണാം. അപ്പം ജസ്റ്റ് ഈ കാർഡ് ഓപ്പൺ ചെയ്തതിൻ്റെ ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ബാക്കി ആപ്പിനെ പറ്റിയും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം ഈ ഒരു വീഡിയോ ഓൾറെഡി ലെങ്തി ആയി പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വൺ കാർഡ് അൺബോക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിനകത്ത് ഒരു QR കോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ. ഇത് ആപ്പ് ത്രൂ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൺ കാർഡിനെ പറ്റിയുള്ള ചെറിയ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും, നമുക്കൊരു ഗ്രീറ്റിംഗ് ലെറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഇരിക്കുന്നതാണ് നമ്മുടെ കാർഡ്. നമ്മൾ അൺബോക്സ് ചെയ്ത് അങ്ങനെ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു ഇൻ ദ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആൾ.